അഥവാ ഏപ്രിൽ 12-ാം തീയതി നിങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ ഏതൊരാഗ്രഹവും എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫുൾ മൂൺ ഡേയെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ മുൻപ് ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഉപയോഗിച്ചിട്ട് നിരവധി വ്യക്തികളുടെ ജീവിതത്തിലാണ് ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. അത് റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പണം, ജോലി, അതോടൊപ്പം തന്നെ ജോലിക്കയറ്റം, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി മിറാക്കിൾസാണ് ഓരോ വ്യക്തികളുടെ ലൈഫിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്ന ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും റിലേറ്റ് ചെയ്തിട്ടാണ്. അഥവാ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. എന്താണ് ഫുൾ മൂൺ ഡേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ മൂൺ ഡേ അഥവാ പൂർണ്ണചന്ദ്ര ദിവസം എന്ന് പറയുന്നത് നമ്മളെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാനിഫെസ്റ്റേഷൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പലപ്പോഴും നമ്മൾ ഈ നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങളെ ഏത് ട്രൂ ആയിട്ടുള്ള ഇമോഷൻസ് ആണോ അത് പെട്ടെന്ന് തന്നെ ഉയർന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുക. പല ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി റിസർച്ചെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ മാനസിക രോഗികൾക്കെല്ലാം തന്നെ ഈ ഒരു ഫുൾ മൂൺ ഡേയിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട് എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എന്താണ്? കാരണം മനസ്സ് അത്രയും നമ്മൾ ഏത് ഇമോഷനിലാണോ ഉള്ളത് അതിനെ പീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫുൾ മൂൺ ഡേയിലൂടെ നടക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? കാരണം യോഗിമാരും അതോടൊപ്പം സിദ്ധന്മാരും തന്നെ ഈ ഒരു ദിവസത്തെയാണ് അവർ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചത്. ബുദ്ധന് ബോധോദയം പ്രാപിച്ച ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മൂൺ ഡേ ആണ്. അങ്ങനെ എല്ലാ മാസങ്ങളിലും ഫുൾ മൂൺ ഡേ ഉണ്ട്. നാളത്തെ ഫുൾ മൂൺ ഡേ ഉപയോഗിച്ചിട്ട് നമ്മൾ ആഗ്രഹം വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്: ഒന്ന്, ഒരു ഗ്ലാസ് വെള്ളം, അതോടൊപ്പം തന്നെ 4 ഷീറ്റ്, ഏകദേശം ഒരു 3-4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ നീളം, 3 സെൻറ്റിമീറ്റർ വീതിയില്ല. ഓരോ ആഗ്രഹങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ നടക്കേണ്ട ഒരു 4 ആഗ്രഹം തിരഞ്ഞെടുക്കാം. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ആവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പണത്തിൻ്റെതാവാം, ജോലിയുടേതാവാം, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. അങ്ങനെ എന്തോ നിങ്ങളുടെ ഡ്രീം ചാനൽ വളരെ എളുപ്പം, അത് ഒരു 10 വർഷം കഴിഞ്ഞ് നേടേണ്ട കാര്യമായിരിക്കരുത്. ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട 4 ആഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ഷീറ്റിലും ആ ആഗ്രഹങ്ങൾ എഴുതേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണമെന്ന് കരുതാം. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയബദ്ധത്തിന് നന്ദി പറയുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. ഈ രീതിയിലുള്ള പോസിറ്റീവ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക? ആ സ്റ്റിക്കർ ഒട്ടിക്കുക. അത് ഒറ്റ ഗ്ലാസ്സാണ്, 1 കപ്പ് മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഗ്ലാസ്സിലെടുത്തിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിയതിന് ശേഷം അതിൽ പകുതി ജലം നിറക്കുക അല്ലെങ്കിൽ പകുതി വെള്ളം നിറക്കുക. എന്നിട്ട് ഹൃദയഭാഗത്ത് വെച്ചിട്ട് ആ ഫീലിങ്ങോടെ കൂടെ ഒരു 13 അല്ലെങ്കിൽ 15 സെക്കൻഡെങ്കിലും നിങ്ങളത് ഫീൽ ചെയ്ത് ആ ഒരു ഹാപ്പിനെസ്, വേണേൽ 30 സെക്കൻഡ് വരെ പോകാം, ആ ഒരു ഹാപ്പിനെസ്, അതായത് നിങ്ങളും ആ വ്യക്തി തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പണം വന്നു കഴിഞ്ഞാലുള്ള ഹാപ്പിനെസ്, അതെല്ലാം തന്നെ ഫീൽ ചെയ്തതിന് ശേഷം ഈ വെള്ളം എന്ത് ചെയ്യുക? നിങ്ങൾ കുടിക്കാനുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു 3 അല്ലെങ്കിൽ 5 മിനിറ്റിന് ശേഷം രണ്ടാമത്തെ ഷീറ്റ് എന്ത് ചെയ്യുക? ആദ്യത്തെ ഷീറ്റ് കളഞ്ഞിട്ട്, അത് പറിച്ച് കളഞ്ഞിട്ട് മാറ്റി വെക്കുക. രണ്ടാമത്തെ ഷീറ്റ് എടുത്തിട്ട് ആ ഗ്ലാസ്സിൽ പിന്നെ സ്റ്റിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ആഗ്രഹം എഴുതി ഒട്ടിച്ചു. എന്നിട്ട് പകുതി വെള്ളം ഒഴിച്ചിട്ട് ഹൃദയഭാഗത്ത് വെച്ചിട്ട് ഫീലിങ്ങോട് കൂടെ ഒരു 15-30 സെക്കൻഡ് ആ ഫീലിങ്, ആ ഒരു ഹാപ്പിനെസ്, ആ വ്യക്തിയാവാം, പണമാവാം, ജോലിയാവാം, ആ ഫീലിങ്ങോടെ കൂടെ വെച്ചിട്ട് ആ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം ഇതേപോലെ തന്നെ, അതായത് രണ്ടാമത്തെ കാര്യം സ്റ്റിക്കർ വളച്ചിട്ട് മൂന്നാമത്തെ സ്റ്റിക്കർ ഒട്ടിക്കുക. എന്നിട്ട് ഇതേപോലെ രീതിയിൽ നിങ്ങൾ 4 തവണ ഒരു 5 മിനിറ്റെങ്കിലും, ഒരു 3 മുതൽ 5 മിനിറ്റെങ്കിലും ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യുക? ശ്വാസം ശ്രദ്ധിച്ചിട്ട് മനസ്സ് കാം ആൻഡ് ക്വയറ്റ് ആക്കി വെച്ചിട്ട് വേണം ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പ്രധാനപ്പെട്ട 4 ആഗ്രഹങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം ഈ 4 ഷീറ്റിൽ അതെന്ത് ചെയ്യുക? അന്ന് തന്നെ കത്തിച്ച് കളയുക. അത് നിങ്ങൾ കത്തിച്ചിട്ട് അതിൻ്റെ ചാരം നിങ്ങളുടെ വീട്ടിലെ ചെടികൾക്കോ അല്ലെങ്കിൽ കാറ്റിലോ എല്ലാം തന്നെ പറത്തി കളയാം. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പാടില്ല, അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്യണം. ഞാനിവിടെ പറയാണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് എല്ലാം തന്നെ നേടിക്കാൻ സാധിക്കുമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ് നടത്തുന്ന എന്നെ പോലുള്ള ട്രെയിനേഴ്സ് അല്ലെങ്കിൽ അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ കോച്ചസ് എല്ലാം തന്നെ അത് മാത്രം ചെയ്താൽ മതിയാകുമല്ലോ, കുറച്ച് ടെക്നിക്ക് മാത്രം ചെയ്താൽ മതിയാകുമല്ലോ. അല്ല, അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മൈൻഡ് പവർ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇതൊരു മിറാക്കിളോ കാര്യമല്ല. നമ്മളെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുന്നതാണ് ഈ ഫുൾ മൂൺ ഡേ ആയാലും ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ആവട്ടെ, NLP ആവട്ടെ, EFT ആവട്ടെ, എല്ലാം തന്നെ നിങ്ങൾ സഹായിക്കുന്നത്. ആ ഒരു ബോധ്യത്തോടെ വേണം നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പൂർണ്ണ വിശ്വാസമാണ് ഇതിന് വേണ്ടത്. നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു സക്സസ് സ്റ്റോറീസ് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.